സുഹൃത്തുക്കളെ, ഇത് സംഭവിച്ചത് ഒരു അല്പ നിമിഷം മുമ്പാണോ? ഒന്ന് കണ്ടോക്കി. ആ നാറ് ചെയ്യുന്ന പരിപാടി ഒന്ന് കണ്ടോക്കൂ. യജ്ജത് ചെറ്റത്തറ നോക്കി. ആ പെൺകുട്ടി അത് വളരെ വൃത്തിയായിട്ട് വീഡിയോ എടുത്തു. നോക്കൂ. കൊടുക്കണ്ടേ അവന്? കൊടുക്കണ്ടേ? കൊടുത്തു. അടുത്തതിന് പെടയാണ്. അവൻ കൊടുക്ക്. ഇയാളെ മര്യാദക്ക് ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോ. അതായിരിക്കും മുഖം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലുണ്ട്. തീർച്ചയായിട്ടും ഇമ്മാതിരി നാറുകളിലൊക്കെ ഫോട്ടോ മുഖം വൃത്തിയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇടണം. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു വൃത്തികെട്ട പ്രതിഭാസം. ഇത് ഇവന്മാര് വല്ല ജോലിയായിട്ട് കൊണ്ടുനടക്കും. ഇത് 1-2 പേരല്ലെന്നേ. ഇവർക്ക് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇത് കേറി പിടിക്കാൻ പറ്റുന്ന എന്തൊരാളുകളാണെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്പം മോഡേൺ വസ്ത്രം ധരിച്ച ആളുകൾ മുഴുവൻ പ്രശ്നക്കാരെന്നുള്ള തോന്നലുള്ള കുറെ വർഗങ്ങളുണ്ട്. ഇതൊക്കെ അസൽ അടി കിട്ടിയാൽ മാത്രം മാറുന്ന ചില ഞരമ്പ് രോഗങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാറിയടക്കം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണുങ്ങളുടെ സംഘടന വരുന്നതാണ്. ആണുങ്ങളുടെ സംഘടനകൾക്ക് ആവശ്യമുണ്ട്. ഇവിടെ സ്ത്രീകളാൽ പീഡിക്കപ്പെടുന്ന ആണുങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ആണുങ്ങളുണ്ട്. അവരെ വാക്കിന് വലിയ വിലയുണ്ട് എന്നതിനാൽ ഇവർ പറയുന്നൊരു ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടാക്കി എടുത്തിട്ട് പലപ്പോഴും പല ആണുങ്ങളും ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ചാർത്തപ്പെട്ടിട്ട് ജയിലുകളൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ കുറെ നാറുകളൊക്കെ വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് അവൻ ആ ബസ്സിൽ ആ പെൺകുട്ടിയോട് ചെയ്തത്? ആദ്യം അവരുടെ ഗുഹ്യഭാഗത്ത് തൊടാൻ ശ്രമിക്കുന്നു. പിന്നെ ഒരു ഉളുപ്പും കൂടാതെ അവളുടെ ആ ടീഷർട്ടിനുള്ളിയുടെ മുകളിലേക്കാണ് അവന്റെ കൈ പോകുന്നത്. മാറിടത്തേക്കാണ് ആ കൈ പോകുന്നത്. ആ നിമിഷത്തിൽ ആ പെൺകുട്ടി അതിന് മുമ്പ് തന്നെ വീഡിയോ എടുത്തു. കാരണം ഇവന്റെ അസുഖം, എനിക്ക് തോന്നുന്നത് ഒരല്പ നിമിഷം മുമ്പ് ഇവൻ ഈ അസുഖം തുടങ്ങിയിട്ടുണ്ടായിരിക്കും. തോണ്ടലും മാന്തലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇതൊരു മൗനം സമ്മതമാണ്, ഞാനിത് ചെയ്യുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന തോന്നലുകളൊക്കെ ഇവന്റെ മനസ്സിലേക്ക് വന്നിരിക്കാം. എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി അതിനു വേണ്ടി തന്നെ കാത്തു നിന്നായിരിക്കാം. അവൻ ഏതുവരെ എത്തും എന്നറിയണ്ടേ. അവള് തീർച്ചയായിട്ടും ഇവിടെ എന്നിട്ട് മൊബൈൽ പിടിച്ചിരിക്കുന്നത്. ആ മൊബൈൽ പിടിക്കുന്നത് പോലും അറിയാൻ ബോധമില്ലാത്തൊരു നാറിയാണല്ലോ അവനെന്നുള്ളതാണ്. എന്തായാലും ഈ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് ഒരു വലിയ ഗുണാട്ടോ, തെളിവുകളൊക്കെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതല്ല, ഈ പെൺകുട്ടികൾക്ക് സപ്പോർട്ടായിട്ട് ആരും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഇപ്പൊ തന്നെ ആ വീഡിയോയിലേക്ക് നോക്കി നോക്കിയോളൂ. ഇവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എത്ര പേര് സപ്പോർട്ട് ചെയ്ത്, എന്താ കുട്ടി, എന്താ മോളെ എന്ന് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താ പെങ്ങളെന്ന് ചോദിച്ചിട്ടോ, കുറെ ആങ്ങളമാരും പെങ്ങളമാരൊക്കെ കുറെ കൂടുതൽ ആൾക്കാരാണല്ലോ. അതിൽ അങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് എന്താ നിന്റെ പ്രശ്നം, എന്താ വിഷയം എന്താ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും വന്നോ? ഇല്ലെന്നേ, ഒരാൾ പോലും എണീച്ചില്ല. എല്ലാവരും ഇങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇതെന്താ സംഭവം? അതെ ഏതൊരു പെൺകുട്ടി എന്തൊക്കെ വെച്ചിട്ടും നമുക്ക് അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ അമ്മാവന്മാരെ വസന്തങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇവന്മാരാണ് പലപ്പോഴും ഈ ഒരു അപകടത്തിനൊക്കെ എന്താ പറയാ ചുക്കാൻ പിടിക്കുന്നത്. ഇമാതിരി ആളുകൾക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്ന ആളുകൾ അവരാണ്. ആ ബസ്സിലത്തെ എല്ലാവരും കൂടിയിട്ട് ഓരോന്ന് വീതം ഒന്ന് പടച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അസുഖം ഏതെങ്കിലും ബസ്സിലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിയോട് കാണിക്കോ? ഇത് അമ്മ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പെങ്ങളില്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നല്ല വിഷയം. ഇത് അസല് ഞരമ്പ് രോഗമാണ്. അടി കിട്ടിയാൽ മാത്രം മാറുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കിട്ടുക തന്നെ വേണം. എന്തായാലും സുഹൃത്തുക്കളെ, ആ പ്രതികരിച്ച രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതിഗംഭീരമായി. വേണമെങ്കിൽ ഒന്നൊരു കണ്ടുനോക്കും നമ്മളൊക്കെ. എവിടെ അവനാ ചെയ്ത പ്രവൃത്തി ആലോചിച്ചു. ഒന്ന് ആലോചിക്കാം, ആലോചിച്ചു. കണ്ടില്ലേ, അങ്ങോട്ട് കിട്ടി, അടിപൊളിയെ കിട്ടി. ഇത് നമ്മളിത് ഇപ്പൊ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് നിങ്ങൾക്കത് തോന്നുമെങ്കിലും അടിച്ചൊക്കെ അതിഗംഭീരമായി എന്നൊക്കെ നമുക്ക് പറയാം. എന്നൊക്കെ ആണെങ്കിലും ആ പെൺകുട്ടി ആ നിമിഷത്തിലൊക്കെ അനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ,
ബസ്സിൽ ഇനി ഏതെങ്കിലും ഒരു ആണൊരുത്തൻ തൊട്ടടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ പ്രതികരണം? പലപ്പോഴും ഇനി ഒരു ആണൊരുത്തന്റെ അടുത്ത് വന്നിരിക്കാൻ ഒരുപക്ഷെ ആ പെൺകുട്ടി മടിക്കും. ഇതിനൊരു വലിയ ഇഷ്യൂ വളരെ മാന്യന്മാരേക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. ആണുങ്ങൾക്ക് ഒരുപക്ഷെ പെണ്ണുങ്ങളുടെ സീറ്റ് ആവില്ല, ഒരു ജനറൽ സീറ്റ് ആയിരിക്കും, അവിടെ പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരു ഗ്യാപ്പിൽ ഒരു ആണിന് അല്ലെങ്കിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പുണ്ട്, അതിൽ നമുക്ക് പോയി ഇരിക്കാൻ പോലും നമുക്ക് തന്നെ ഇൻസെക്യൂരിറ്റി അനുഭവപ്പെടും. കാരണം എന്താ, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുമോ, ആ പെൺകുട്ടി ഇനി വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ പറയുമോ? കാരണം പെൺകുട്ടികളൊക്കെ ഇത്തരത്തിലാണ് അനുഭവങ്ങൾ അവരൊക്കെ കാണുന്നത് സോഷ്യൽ മീഡിയയിലെ. സ്വാഭാവികമായിട്ടും ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ വരുന്ന ആണുങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ആളുകളാണെന്ന ചിന്താഗതി കൂടി അതൊക്കെയെങ്കിലും പരക്കും. അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഭീകരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയും അവരിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും പ്രതികരിക്കുകയും ചെയ്യും. താനത് നീങ്ങിയിരിക്കടോ എന്നെങ്ങാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയി നാണം കിട്ടില്ലേ? നാണം കിട്ടൂ, നാറി, വേറൊന്നും പറയാനില്ലേ. ഇത്തരത്തില് ഈ പീഡനങ്ങളെ, ഇതൊക്കെ പീഡനമാണ്, അസല് പീഡനമാണ്, അസല് വൃത്തികേടാ. ഇത്തരത്തിൽ ഒരു പീഡനമൊക്കെ അനുഭവിക്കുന്ന പെൺകുട്ടികൾ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അനുഭവിക്കുന്ന ട്രോമകളെ കുറിച്ചിട്ട് വല്ലതും ഇവന്മാർ അറിയുന്നുണ്ടോ? അവരനുഭവിക്കുന്ന ട്രോമകൾ, അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അവർക്ക് ഒരു അറപ്പും വെറുപ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വന്തം ഏതോ ഒരു അപരിചിതം തൊട്ട ആ ശരീരത്തിന്റെ ആ ഒരു പ്രത്യേക ഭാഗത്തേക്കൊക്കെ അവർക്ക് തോന്നുക. അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ജീവിതം നശിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്താണ് ഈ ആണുങ്ങൾക്കൊന്നും ബോധമില്ലാത്തത്? മറ്റൊരാൾ അനുവാദമില്ലാതെ അവരെ വിരൽ തുമ്പത്ത് പോലും തൊട്ടു പോകരുത്, അനുവാദമില്ലാതെ. സ്ത്രീകൾക്കാണെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ആണിനൃത്തം തൊടുകയാണെങ്കിൽ അത് എന്തിന്റെ തൊടലാണെന്ന് കൂടി കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. 100% മനസ്സിലാവും. മനസ്സിലാകുമെന്നേ, അല്ലാന്നൊക്കെ പറയുന്ന വെറുതെ, തീർച്ചയായിട്ടും മനസ്സിലാവും. അതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ലോകത്ത് ഇപ്പോഴും എത്ര കേസുകളായി നമ്മുടെ കേരളത്തിൽ, എന്നിട്ട് ഇപ്പോഴും ഇവന്മാരെ ഞരമ്പിന്റെ അസുഖം മാറുന്നില്ലല്ലോ എന്നുള്ളതാണ്. ആ വാരി ഉടച്ചു വിടണം ഇവന്മാര് നാടുകളെ. കല വേറൊന്നും പറയാനൊന്നുമില്ല. ബൈ.